സത്യം പറഞ്ഞാൽ ഇത്തവണ പ്രൊമോയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു പ്രൊമോ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ സീസൺ 8ന്റെ പ്രൊമോ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രൊമോയാണ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ആഡംബരം നിറഞ്ഞ ഒരു തീമിലുള്ള പ്രൊമോ ആയിരുന്നെങ്കിൽ ഇത്തവണ ലാലേട്ടൻ്റെ ഒരു ക്ലാസ് പ്രൊമോയാണ് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഷോർട്സേ ഉള്ളൂ, കുറച്ച് ഡയലോഗുകൾ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു മാരക ഐറ്റം ലോഡിംഗ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രൊമോ. ഒരു ഹിൽ റേഞ്ച് ആണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ഒരു കിടുക്കാച്ച് വിൻറ്റേജ് വണ്ടി കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ ചെന്നിറങ്ങുന്നത് ഒരു ഡാർക്ക് ഒരു സോണിലാണ്, ഒരു പഴയ ഗ്രന്ഥശാലയിലേക്കാണ്. അതിനകത്ത് കയറിപ്പോകുമ്പോൾ ഒരു പാമ്പൊക്കെ എഴഞ്ഞു പോകുന്നുണ്ട്. ഒരു ചിലന്തി വല കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ചാണക്യന്റെ അർത്ഥശാസ്ത്രം എടുത്തു വെച്ച് ലാലേട്ടൻ തുറന്നു വായിക്കുകയാണ്. ശരിക്കും പക്ക വെറൈറ്റി പ്രൊമോ, ഒരു രക്ഷയുമില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, മലയാള സിനിമയുടെ ഭാഗ്യമാണ് മോഹൻലാൽ. എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ് ലാലേട്ടൻ. ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന നമ്മുടെ ഈ റിയാലിറ്റി ഷോയിൽ ലാലേട്ടനെ അല്ലാതെ ഒരു മനുഷ്യനെയും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ലാലേട്ടൻ ഈ ഷോയെ തൂക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും ലാലേട്ടനാണ് ഈ ഷോയുടെ നെടുന്തൂണെന്നത് പറയാതെ വയ്യ. ആ ഒരു സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയും വേറെ ലെവലാണ്. ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അതിന്റെ പേജുകൾ മറച്ചു നോക്കി ലാലേട്ടൻ പറയുകയാണ്, പ്രജകളുടെ സന്തോഷമാണ് രാജാവിന്റെ സന്തോഷം, പ്രജകളുടെ ക്ഷേമമാണ് രാജാവിന്റെ ക്ഷേമം. സ്വന്തം താല്പര്യങ്ങൾക്കല്ല, പ്രജകളുടെ താല്പര്യങ്ങൾക്കാണ് രാജാവ് മുൻഗണന നൽകുന്നത്. പക്ഷേ ഞാൻ രാജാവല്ല, കിങ് മേക്കർ ആണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. തീർച്ചയായിട്ടും ശരിയാണ്. ലാലേട്ടൻ രാജാവിനേക്കാൾ മുകളിലാണ്, കിങ് മേക്കർ ആണ്. ഇവിടെ ഈ ഒരു തീം എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് അറിയോ? ഈ ചാണക്യൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു കിങ് മേക്കറാണ്. ചാണക്യനാണ് അർത്ഥശാസ്ത്രം എഴുതുന്നത്. ഈ ചാണക്യനാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായ മൗര്യ സാമ്രാജ്യത്തെ സ്ഥാപിക്കുന്നതിലും ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന രാജാവിനെ സൃഷ്ടിക്കുന്നതിലും വലിയ പങ്കുവഹിച്ചത്. ചന്ദ്രഗുപ്ത മൗര്യന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് വലിയൊരു സാമ്രാജ്യം, പിന്നീട് അശോകനിലൂടെ ലോകം മൊത്തം വ്യാപിച്ച വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് ചാണക്യന്റെ ബുദ്ധി കൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ചാണക്യനെ നമുക്ക് കാണാൻ കഴിയുന്നത് കിങ് മേക്കർ ആയിട്ടാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു കിങ് ആയിരുന്നുവെങ്കിൽ ആ കിങ്ങിനെ ഉണ്ടാക്കിയ അതിനും മുകളിൽ നിൽക്കുന്ന ആള് തന്നെയായിരുന്നു ചാണക്യൻ. ഇവിടെ ലാലേട്ടൻ പറയുന്നതും അതാണ്, ഞാൻ രാജാവല്ല, അതുക്കും മേലെ കിങ് മേക്കറാണ്, രാജാവിനെ സൃഷ്ടിക്കുന്ന ആളാണ് എന്നാണ്. സോ നൈസ് തീമാണ്, ഒരു ഡാർക്ക് തീം, അതേസമയം തന്നെ ഹിസ്റ്ററിയുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു തീമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഒരു കിഡിലൻ, ഒരു എന്താ പറയുക, എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊമോ. എന്തായാലും പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.